2024 മാർച്ച് 29 എക്സെറ്റ് ബാക്ക് ഡോർ എന്ന് പറഞ്ഞൊരു പുതിയ ബാക്ക് ഡോർ ഇറങ്ങിയിട്ട്. ബാക്ക് ഡോർ എല്ലാവരും കേൾക്കുന്ന വാക്ക് തന്നെയാണ്. പിൻവാതിൽ നിയമനം പോലൊരു സാധനം. നമ്മുടെ സിസ്റ്റത്തിലേക്കുള്ള ഒരു ആക്സസ് കിട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം എക്സെറ്റ് ബാക്ക് ഡോർ. ട്വിറ്ററിലൊക്കെ ഒരേ പുളിയായിരുന്നു ആ ഒരു ഇറങ്ങിയ ടൈമിൽ. അത് അത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് നമ്മളിലേക്ക് ഡെലിവർ ചെയ്ത രീതിയാണ്. ഒരുവിധം എല്ലാവരുടെ സിസ്റ്റത്തിലും ഓപ്പൺ SSH എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഈ ഓപ്പൺ SSHൻ്റെ ഏജൻറ്റ്, അതായത് ഡീമൺ, ഈ ഡീമണിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഈ എക്സെറ്റ് യൂട്ടിൽസ്. ഒരു ഡീകംപ്രഷൻ യൂട്ടിലിറ്റിയാണ്. ആ യൂട്ടിൽസിൻ്റെ റെപ്പോസിറ്ററി ഗിറ്റബിലാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരിലേക്ക് ഇതിലേക്ക് ആക്സസ് ഉണ്ട്. ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണല്ലോ. അപ്പം ജിയാട്ടാൻ എന്ന് പറഞ്ഞ ഒരാൾ പുള്ളി ചെയ്തിട്ട് പുള്ളി 2-2.5 വർഷത്തോളം ഇതിൽ വർക്ക് ചെയ്ത്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത്, ഒരു 1.5 വർഷം മുമ്പേ പുള്ളി ഇതിലേക്കൊരു അപ്സ്ട്രീം കമ്മിറ്റും ചെയ്തു. അതായത് പുതിയ 2 ഫയൽസ് ആഡ് ചെയ്ത്, അതായത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ പുതിയ 2 ഫയൽസ് ആഡ് ചെയ്ത്, ഈ ഫയൽസ് ടെസ്റ്റ് ഫയൽസാണ്. അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ നോക്കാനുള്ള സാധനം കൂടിയാണ്, സെറ്റപ്പ് ആക്കാനുള്ള സാധനം കൂടിയാണ്. അപ്പം ഈ ഫയൽസ് ഒരിക്കലും മാലീഷ്യസ് അല്ല. ഈ ഫയൽസ് ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പുള്ളിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള മാലീഷ്യസ് കോഡ് ഇതിലേക്ക് റണ്ണാവാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഈ സെറ്റപ്പ് മാലീഷ്യസ് കോഡിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടെസ്റ്റ് ഫയൽസിൽ. ഇതിൽ 2 ടെസ്റ്റ് ഫയൽസാണെന്ന് പറഞ്ഞു. ഇതിൽ ഫസ്റ്റത്തെ ടെസ്റ്റ് ഫയൽസ് എന്തൊക്കെയോ പറഞ്ഞിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ഫയലിനെ വിളിക്കും. ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഫയൽ എങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഓരോ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടേ, യെസ് ഓർ നോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാറുണ്ടല്ലോ. അതേപോലെയാണ് ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഫയൽ വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഡിപ്പെൻഡൻസി ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ലൈബ്രറിക്ക് പകരം മലീഷ്യസ് ആയിട്ടുള്ളൊരു ലൈബ്രറി ഇതിലേക്ക് ആഡ് ചെയ്ത്, മലീഷ്യസ് കോഡ് തന്നെ ആഡ് ചെയ്ത്. അപ്പം അങ്ങനെയാണ് ഈ ബാക്ക് ഡോർ വർക്കാവുന്നത്. പക്ഷേ ഈ ബാക്ക് ഡോറ് ജിയാട്ടാനിന് മാത്രമേ വർക്ക് ചെയ്യിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ജിയാട്ടാൻ ആരാന്ന് പോലും ആർക്കും അറിയില്ല കേട്ടോ. അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ പറ്റിയത്. ഇപ്പോഴും എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജിയാട്ടാൻ. കാരണം ലോകം മുഴുവനുള്ള സിസ്റ്റത്തിലേക്ക് ബാക്ക് ഡോർ എടുക്കാൻ പറ്റിയൊരു രീതിയാണ് അയാൾ കാണിച്ചത്. മൈക്രോസോഫ്റ്റ് ഇത് കേട്ടപ്പോൾ തന്നെ മറ്റേ താനോസിനെ പോലെ എക്സെറ്റ് അങ്ങ് പോയി ഒഴിവായിക്കഴിഞ്ഞ ഒരു എക്സെറ്റ്. കാരണം ലിനക്സ് എന്താ ചെയ്തത് വെച്ചാൽ, ലിനക്സ് അവർ പ്രീവിയസ് വെർഷനിലേക്ക് ഡീഗ്രേഡ് ചെയ്യാനാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. ഇത് ഫേമസ് ആവാനുള്ള കാരണം, ഞാനിപ്പോഴും ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം, ഇത് എക്സിക്യൂട്ട് ചെയ്ത രീതിയാണ്. അയാൾ 2-2.5 വർഷം ആ റെപ്പോസിറ്ററിയിൽ വർക്ക് ചെയ്ത് അതിലേക്ക് ആക്സസ് കിട്ടി. ലൈക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു യൂസറാണ് ഉള്ള ഒരു ക്രിയേറ്ററാണെന്നുള്ളൊരു രീതിക്ക്, ഒരു ഡെവലപ്പറാണെന്നുള്ള രീതിക്ക്, അതും ഒരു ഓപ്പൺ സോഴ്സ് സാധനത്തിലേക്കാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തത്. പൊളി മനുഷ്യനാണ്.